ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് വരുമ്പോൾ iQOO അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഫോൺ ഇറക്കിയതിനു ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് എടുക്കുകയുണ്ടായി. ആ ഗ്യാപ്പിന് ശേഷം അവർ ഇന്നലെ വീണ്ടും ഇന്ത്യയിൽ 2 ഫോണുകൾ ലോഞ്ച് ചെയ്തു. അവർ ആ ലോഞ്ച് ചെയ്ത ഫോണുകൾ ഏതൊക്കെയെന്ന് പറയുകയാണെങ്കിൽ അവരുടെ iQOO 7ഉം iQOO 7 Legend-ഉമാണ്. ഈ 2 ഫോണുകളും 5G ആണ്. ഈ ഫോണുകൾ അവർ ഇന്നലെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയുണ്ടായത്. നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഈ iQOO 7 5Gയുടെയും iQOO 7 Legend 5Gയുടെയും ഒരു ഡീറ്റെയിൽ റിവ്യൂ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിലുപരി ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ഇറങ്ങിയ പ്രൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഫോൺ ആണോ? അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെല്ലാം നമ്മളെ വീട്ടിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പൊ അതിനെല്ലാമായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ iQOO 7 5Gയും iQOO 7 Legend 5Gയും ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 ഫോണിന്റെ സ്പെസിഫിക്കേഷൻ കമ്പയർ ചെയ്ത് പറയുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ 2 ഫോണുകളുടെ ഡിസ്പ്ലേയിൽ തുടങ്ങുകയാണെങ്കിൽ ഈ 2 ഫോണുകളിൽ നമുക്ക് എക്സാക്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അത് നമുക്ക് iQOO 7 5Gയിലും 7 Legend 5Gയിലും നമുക്ക് 6.62 ഇഞ്ചിന്റെ ഒരു ഫുൾ HD+ ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പോൾ 6.62 ഇഞ്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്ന, അതിനോട് നമുക്ക് ഇവിടെ ഫുൾ HD+ ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ 120 ഹെർട്സിന്റെ ഒരു കൂടിയ സ്ക്രീൻ റിഫ്രഷ് പാനൽ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ 300 ഹെർട്സിന്റെ ഒരു ടച്ച് സാമ്പിളിംഗ് റേറ്റും അതിനോടൊപ്പം നമുക്ക് ഇവിടെ 1000 ഹെർട്സിന്റെ ഒരു ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റും നമുക്ക് ഈ iQOO 7 5Gയിലും 7 Legend 5G നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും നമുക്ക് വളരെ വലുതായിട്ടുള്ള, വളരെ ക്വാളിറ്റി ഉള്ള, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഈ 2 ഫോണുകളിലും ഇന്റലിജന്റ് ഡിസ്പ്ലേ ചിപ്പും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് HDR 10% സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി സ്ക്രീൻ ടു ബോർഡ് റേഷ്യോയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 88% മുകളിലായിട്ടുള്ള ഒരു സ്ക്രീൻ ടു ബോർഡ് റേഷ്യോ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളുടെ റിയർ സൈഡിലെ ബിൽഡ് ക്വാളിറ്റി കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 ഫോണുകളിലും ഗ്ലാസിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഫ്രണ്ടിലാണെങ്കിൽ നമുക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും വളരെ മികച്ചായിട്ടുള്ള, നമുക്ക് യാതൊരു തരത്തിലുള്ള ന്യൂനതയും പറയാൻ സാധിക്കാത്ത വിധം ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്ക് ഈ ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ ഫോണിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ 2 ഫോണുകളിലും വ്യത്യസ്തമായ പ്രൊസസ്സറുകളാണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം iQOO 7ലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗണിന്റെ 870 ആണ്. ഈ 870 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫോണിൽ വളരെ മികച്ചായിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമുക്ക് നോർമൽ യൂസിൽ കാര്യം ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനോട് നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു ഗെയിമിംഗ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഇനി iQOO 7ൽ നിന്ന് iQOO 7 Legendലേക്ക് വരുമ്പോൾ ഇവിടുത്തെ പ്രൊസസ്സർ എന്ന് പറയുന്ന സ്നാപ്ഡ്രാഗൺ 888 ആണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്. ഈ സ്നാപ്ഡ്രാഗൺ 888 ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്ഡ്രാഗൺ 870നേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. നമുക്ക് ഇവിടെ നോർമൽ യൂസിൽ കാര്യം ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതിനോട് നമുക്ക് വളരെ മികച്ചായിട്ടുള്ള, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ 2 ഫോണുകളിലും LPDDR5 RAM നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ UFS 3.1 സ്റ്റോറേജ് നമുക്ക് ഈ ഫോണുകളിൽ ലഭിക്കുന്നത്. ഇനി ഈ 2 ഫോണുകളിലും നമുക്ക് ഫണ്ടർ ചോയ്സ് 11.1 ആണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ Android 11 ലഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് നമുക്ക് ഈ iQOO 7ലും 7 Legendലും നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളുടെ ക്യാമറയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ iQOO 7ലേക്ക് വരാം. ഇവിടെ നമുക്ക് 14 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 13 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ ലെൻസ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറയാണ് ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ 2 മെഗാ പിക്സലിന്റെ മോണോ സെൻസറും നമുക്ക് iQOO 7 5Gയിൽ നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നുണ്ട്. ഈ iQOO 7 Legendലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് റിയർ സൈഡിൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ലഭിക്കുന്നത്. മെയിൻ ക്യാമറ എന്ന് പറഞ്ഞാൽ 14 മെഗാ പിക്സലിന്റെ ക്യാമറ തന്നെയാണ്. അതിനോട് നമുക്ക് ഇവിടെ 13 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസ് ലഭിക്കുന്നുണ്ട്. ആ 13 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ലെൻസിൽ നമുക്ക് 2x ഒപ്റ്റിക്കൽ സൂം നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഇവിടെ 13 മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ പ്ലസ് മാക്രോ ലെൻസ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി ഈ 2 ഫോണുകളിൽ നമുക്ക് സെൽഫി ക്യാമറയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 2 ഫോണുകളിലും ഒരു ഡീസന്റ് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളുടെ ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ iQOO 7ലേക്ക് വരാം. ഇവിടെ നമുക്ക് 4400 mAh ഒരു ബാറ്ററിയാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുന്നത്.
അതിനോട് നമുക്ക് ഇവിടെ 66 വാട്ട് ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി iQOO 7 ലെജൻഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് 4000 mAh ഒരു ബാറ്ററി നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെയും 66 വാട്ടിന്റെ ഒരു ഫാസ്റ്റ് ചാർജ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോണുകളിലും നമുക്ക് വളരെ മികച്ചായിട്ടുള്ള ഒരു ബാറ്ററി സെറ്റപ്പാണ് ലഭിക്കുന്നത്. ഇനി ഈ ഫോണുകളിലെ മറ്റ് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഞാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അതിനോട് നമുക്ക് ഇവിടെ ഫേസ് അൺലോക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ രണ്ട് ഫോണുകളിലും നമുക്ക് വേപ്പർ കൂളിംഗ് ഫീച്ചറൊക്കെ ലഭിക്കുന്നുമുണ്ട്. ഇനി ഈ ഫോണുകളുടെ പ്രൈസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ iQOO 7ന്റെ കാര്യം നോക്കാം. ഇവിടെ നമുക്ക് 3 വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 31,990 രൂപയാണ്. ഇനി രണ്ടാമത്തെ വേരിയന്റ് ആയ 8GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 33,990 രൂപയാണ്. ഇനി ഏറ്റവും കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 35,990 രൂപയുമാണ്. ഇനി iQOO 7 ലെജൻഡിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് വേരിയന്റ് ലഭിക്കുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റ് ആയ 8GB 128GB പ്രൈസ് എന്ന് പറയുന്നത് 39,990 രൂപയാണ്. ഇനി ഏറ്റവും കൂടിയ വേരിയന്റ് ആയ 12GB 256GB പ്രൈസ് എന്ന് പറയുന്നത് 43,990 രൂപയുമാണ്. അപ്പോൾ എന്റെ അഭിപ്രായത്തിൽ ഈ iQOO 7 5Gയും iQOO 7 Legend 5Gയും വളരെ മികച്ചായിട്ടുള്ള നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാവുന്ന വിധം രണ്ട് മികച്ച ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാവുന്നതാണ്. അതിലുപരി വീഡിയോ നമ്മളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ iQOO 7 5Gയും iQOO 7 Legend 5Gയും നിങ്ങളെ എത്രത്തോളം തൃപ്തിപ്പെടുന്നുണ്ട് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതുവരെ ബൈ.